ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. ഇത് നമ്മൾ പണ്ട് കേട്ടുപോയ ഒരു തോട്ടാണ്. പക്ഷേ ഈ തോട്ടും ഒരു സന്ദർഭവും തമ്മിൽ ഒരു വലിയ സാമ്യമുണ്ട്. ഇർഫാൻ പത്താൻ പറഞ്ഞ ഒരു കഥയാണ് ഞാൻ സംസാരിക്കുന്നത്. 2007 T20 വേൾഡ് കപ്പിൽ ഒരു സംഭവം. ഓസ്ട്രേലിയയുമായുള്ള സെമിഫൈനലിന് മുന്നോടിയായി ഇന്ത്യൻ ടീം പ്രാക്ടീസ് നെറ്റ്സിലാണ്. എന്നാൽ ഇന്ത്യയുടെ കുന്തുമുന ബാറ്ററായ യുവരാജ് സിംഗ് നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരേ ഒരു ഷോട്ട് മാത്രം. ഇത് കണ്ട് എല്ലാവരും അത്ഭുതത്തിലായി, ആശ്ചര്യത്തിലായി, കുറച്ചധികം പ്രതിരോധത്തിലുമായി. കാരണം യുവരാജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ട്രസ്റ്റ് ആയിട്ടുള്ള ബാറ്ററായിരുന്നു. പക്ഷെ അദ്ദേഹം അവിടെ കാണിക്കുന്ന ആ ഒരു സാഹസികത കണ്ട് ഇർഫാൻ പത്താൻ തന്നെ മുന്നോട്ട് എന്ന് ചോദിച്ചു, ഫാജി, താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയും ഫ്ലിക്ക് ഷോട്ടുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ഇർഫാൻ ഉത്തരം നൽകാൻ യുവരാജ് തയ്യാറായില്ല. മറിച്ച് അതിനുള്ള ഉത്തരം ഇർഫാന് ലഭിച്ചത് ഫീൽഡിലായിരുന്നു. ഓസ്ട്രേലിയയുമായുള്ള മത്സരം തുടക്കത്തിൽ 2ാം ബോൾ തന്നെ യുവരാജ് ഒരു 6 അടിച്ചു. ആ പന്തിൽ ആ ഷോട്ട് കളിച്ചപ്പോഴും ഇർഫാന് അത്ഭുതം തോന്നിയില്ല. എന്നാൽ ബ്രെഡ്ലിക്കെതിരെ യുവരാജ് അടിച്ച 119 മീറ്റർ 6 അതൊരു ഫ്ലിക്കിലൂടെയാണ് എന്നുള്ളത് വലിയൊരു ആശ്ചര്യമായിരുന്നു. അവിടെയാണ് ഇർഫാൻ പത്താന് യുവരാജിൽ നിന്നും ആ മറുപടി ലഭിക്കുന്നത്. മിഡിൽ ആൻഡ് ലെഗിൽ പിച്ച് ചെയ്ത പന്തിനെ ഫ്ലിക്ക് കളിച്ച് 119 മീറ്റർ ദൂരത്തേക്ക് അദ്ദേഹം വായിച്ചപ്പോൾ ഇർഫാനെ മനസ്സിലായി എന്തുകൊണ്ടാണ് യുവരാജ് സിംഗ് ആ ഒരു ഷോട്ട് കളിക്കാൻ തീരുമാനിച്ചതെന്നുള്ളത്. അദ്ദേഹം സത്യത്തിൽ ആ പ്രാക്ടീസ് നെറ്റ്സിൽ എല്ലാ പന്തുകളും സെലക്ട് ചെയ്യുകയായിരുന്നു, ഏത് പന്തിൽ എപ്പോൾ ഏത് സന്ദർഭത്തിൽ അടിക്കണമെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തതിൻ്റെ പ്രതിഫലനമാണ് ഗ്രൗണ്ടിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ആക്ഷനാണ് സംസാരത്തേക്കാൾ വലുതെന്ന് നമ്മൾ പറയുന്നത്. യുവരാജിന് ആ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്യാൻ സാധിച്ചത് 70 റൺസാണ് 30 പന്തിൽ. ആ 70ൻ്റെ പിൻബലത്തിൽ ഇന്ത്യ സ്കോർ ചെയ്തത് 188. ചരിത്രപരമായ വിജയം കുറിച്ച് പാകിസ്ഥാനെതിരെ ഫൈനലും വിജയിച്ച് ഇന്ത്യ 2007 T20 വേൾഡ് കപ്പ് നേടുമ്പോൾ ഇന്ത്യ കണ്ട എക്കാലത്തെയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബാറ്റർ അവിടെ പെർഫോം ചെയ്തത് ഇന്ത്യക്ക് വലിയ ഗുണമായി. 6-ൽ 6 ആടിയ ടൂർണമെൻറ്റ്, ഇംഗ്ലണ്ടിനെ വരച്ച വരയിൽ നിർത്തിയ ടൂർണമെൻറ്റ്, ഓസ്ട്രേലിയക്കെതിരെ വിജയം കണ്ട ടൂർണമെൻറ്റ്, പാകിസ്ഥാനെതിരെ 2 കളികളും വിജയിച്ച ടൂർണമെൻറ്റ്, ധോണിക്ക് കിട്ടിയ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്നായിരുന്നു യുവരാജ്. അത് 2007 ആണെങ്കിലും 2011 ആണെങ്കിലും ഇന്ത്യ അണ്ടർ-19 വേൾഡ് കപ്പ് യുവരാജും കൈഫുമൊക്കെ കളിച്ച സമയമാണെങ്കിലും അദ്ദേഹമായിരുന്നു ഇന്ത്യ കപ്പടിക്കുമ്പോഴെല്ലാം ഒരു ഓൾറൗണ്ടർ. അതാണ് യുവരാജ് സിംഗും, അതാണ് ഈ ഒരു കണക്ഷൻ.